ചെറുപ്പത്തിൽ എന്തെങ്കിലും കുഴപ്പമില്ല മക്കളാച്ച നമുക്ക് അത്ര വിഷമമില്ല. പഠിച്ചോൻ തരുമ്പോൾ തന്നെ അങ്ങനെയാണ്, ഒരു കുഴപ്പമില്ലാത്ത മക്കളാണ്. 2-3 വയസ്സാകുമ്പോൾ തുടങ്ങുക. നമ്മളെ അവസ്ഥകൾ പുറത്തേക്ക് വിടില്ല. കാരണം ആദ്യം ഒത്തിരി സ്റ്റാൻഡേർഡിലൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്, പിന്നെ ആർക്കൊണ്ടും പറയാൻ പറ്റില്ല. കുറെ കടങ്ങളൊക്കെ കോഴിക്കോട് കടയെടുത്ത കച്ചവട സ്ഥാപനങ്ങളൊക്കെ കടയെടുത്ത കുറെ കടങ്ങളുണ്ട്. ഒരു ചെറിയ കച്ചവടം ഉണ്ടായിരുന്നു. ആ പേരിൽ കോഴിക്കോട് കണ്ടമാനം സാധനങ്ങൾ കടം വാങ്ങി കോഴിക്കോട് പല പാർട്ടിക്കും ഇപ്പോഴും നിലവ് കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മള് അന്നത്തെ ആ സ്വാധീനം ഉപയോഗിച്ച് കുറെ കടം ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇതുവരെ ഇങ്ങനെ പോകുന്നത്. അപ്പൊ അത് നമുക്കുണ്ടായിരുന്ന ആ സ്വാധീനം ഇപ്പൊ ഒന്നുമല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പൊ കടക്കാരിങ്ങനെ പലരും തെരഞ്ഞു വരും, ഇതാക്കുകയും ചെയ്യും. പക്ഷെ എന്റെ അവസ്ഥ കണ്ടിട്ട് അവര് ഒന്നും പറയാതെ ഇരിക്കുകയാണ്. കാരണം എത്രയും തരും, കാരണം അത്രയും നല്ല ഡീസന്റ് ലൈന്. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇങ്ങനെ സർജറി വേണം, ഇത്ര ഇത് വേണം തന്നെയുണ്ട് നിൽക്കേനി. അപ്പോഴാണ് ഇതിന്റെ സീരിയസ് അറിയുന്നത്. നമ്മളിങ്ങനെ ഡോക്ടർമാർ പറഞ്ഞ് ശരിയാവും, സുഖമില്ല, ശരിയാവും, എക്സ്റേ എടുത്ത് ശരിയാവും എന്നുള്ളതൊക്കെ ഡോക്ടർമാർ പറഞ്ഞ വിശ്വാസത്തിൽ നിൽക്കുന്നത്. ഒറ്റ സുപ്രഭാതത്തിലാണ് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം, ഇത്രയും സംഖ്യ വരും എന്നല്ല പറയുന്നത്. അപ്പം കോഴിക്കോട് മെഡിക്കലിൽ നിന്നൊക്കെ പറഞ്ഞിരുന്നു ചെയ്താൽ പിന്നെ ഇവിടേക്ക് വേണ്ടി ചെയ്തു തരാന്ന്. പക്ഷെ കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റൽ അതേമാതിരി വെല്ലൂരൊക്കെ പോയപ്പം സംഖ്യ ആദ്യം കെട്ടിച്ചിട്ട് അവിടെയൊക്കെ പിന്നെ പൈസ ഉള്ളവർക്ക് മാത്രമേ ഒരു നിലവാരമുള്ളൂ. ഇല്ലാത്തവരെ നമ്മളതിന് ഇല്ലാന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമുക്ക് നിലവാരമില്ല. ആ രീതിയിലാണ് അവിടുത്തെ അന്തരീക്ഷം. അപ്പം നമ്മളത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആരോടും അറിയിക്കാതെ കുറെ കഷ്ടപ്പെട്ട് വീട്ടിലെ രീതി എല്ലാം ചുരുക്കി പോകുന്നു. പക്ഷെ അവസാനം കുട്ടികളുടെ ചുരുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, കുട്ടികളുടെ ചെയ്യാൻ വേണ്ടേ. അപ്പൊ പുറത്തേക്ക് പറയാതെ നമ്മളുടെ എല്ലാം വിറ്റ് എന്ന് തന്നെ പറയാം. ഈ വീടിന് തന്നെ ഇപ്പോൾ പഞ്ചാബ് നാഷണലിൽ നല്ലൊരു സംഖ്യ ലോണുണ്ട്. അപ്പൊ അതെല്ലാം ഇതായി. അപ്പോൾ മാനേജറെടുത്ത് ഞാൻ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവര് നമുക്കത് നിങ്ങളെ സങ്കടം സഹിച്ചാണ്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയ അന്തരീക്ഷമില്ല, നമുക്ക് നമ്മളേതായ ആക്ഷൻ എന്നേ അവരെ നിലവാരമുള്ളൂ. അതേമാതിരി കച്ചവടക്കാരെ കോഴിക്കോട് അങ്ങനെയും അതേമാതിരി പാർട്ടീസിന് എല്ലായിടത്തും നല്ല കടമുണ്ട്. അപ്പൊ അത് പാർട്ടികൾ വന്നിങ്ങനെ വർത്തമാനം പറഞ്ഞ സമയത്ത് പൊതുജനം അറിയുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ സഹിച്ചു പോരാണ്. ഇപ്പോ വലിയ മോന്റെ തന്നെ ആദ്യത്തെ എക്സ്റേയിൽ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞെട്ടലിന്റെ കഴുത്തിന്റെ വളവും കൂടി ക്ലിയർ ആക്കിയെങ്കിലേ പൂർണ്ണമായിട്ടാവുള്ളൂ. അതിപ്പോ വെല്ലൂര് പോയിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിനേക്കാളും സീരിയസ് രണ്ടാമത്തവൻ്റെയായി. അവനിപ്പോൾ അത്യാവശ്യം നടക്കാൻ പറ്റിയ ഒരവസ്ഥയിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇനി രണ്ടാമത്തവനെ അങ്ങനെ ആക്കിയിട്ട് ഇനി നമുക്ക് മറ്റവൻ്റെയൊക്കെ തിരിയാന്നുള്ള ചിന്തയിലിരിക്കുക. ഫസ്റ്റിലൊക്കെ ഇങ്ങനെ മോനെ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ പലരും ചെറിയ സഹായമൊക്കെ തന്നിരുന്നു. 3 പേരും ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരുടെ സഹായങ്ങൾ ആരും പിന്നെ വന്നിട്ടില്ല. ആദ്യം ഒന്നാമത്തെ മോൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് അന്വേഷിക്കലും എല്ലാ വിവരങ്ങളും ഉണ്ടായിന്. പിന്നെ രണ്ടാമത്തതും ഇങ്ങനെ, മൂന്നാമത്തും ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ നമ്മളോടുള്ള എല്ലാ പ്രതീക്ഷയും പൊതുവെ കുടുംബത്തിനും മതത്തിനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പിന്നെ നമ്മളുടെ ഒരു പ്രതീക്ഷ അവർക്ക് കാണുന്നില്ല. അതൊക്കെ നല്ല പ്രതീക്ഷയിലായിരുന്നു ഒന്നാമത്തെ മോൻ്റെത്. അതെല്ലാവരും പല നിലക്കും എല്ലാവരും വ്യാപാരി വ്യവസായം എല്ലാവരും കൂടി സഹായിച്ചിരുന്നു. അപ്പം പിന്നെ ആരും രണ്ടാമത്തെ എന്നപ്പോൾ ഇതുവരെ വിഷയം തന്നെയാണ്, അവരെല്ലാവരും ചെല്ലാൻ പറ്റില്ലല്ലോ. മുസ്തഫന്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു ഇടത്തരം കുടുംബത്തിൽപ്പെട്ട് മാന്യമായി ജീവിക്കുന്ന വിഭാഗം. കച്ചവടം ചെയ്തുകൊണ്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യമായി ജീവിക്കുന്ന കുടുംബമായിരുന്നു.
ഒരു ഇടത്തര കുടുംബം എന്ന് പറയാം. മുസ്തഫ ഞങ്ങളെ നേരത്തെ പരിചയമുള്ളതും എൻ്റെ ഒരു വിദ്യാർത്ഥിയും കൂടെയാണ് മുസ്തഫ. സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം സഹകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഈ കുട്ടികൾക്ക് അസുഖമുള്ള വിവരങ്ങൾ നേരത്തെ അറിയും. പക്ഷേ ഒന്നാമത്തെ കുട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യങ്ങൾ മറ്റും അറിയാം. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ തിരുവനന്തപുരം RCCയിലും അതുപോലെ തന്നെ ഗംഗ ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ സംഘടനയുടെ പിന്നെ എഴുത്തും ഒക്കെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ സഹായിച്ചിരുന്നു. അങ്ങനെ ഒന്നാമത്തെ കുട്ടിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ ഇവരൊക്കെ മുസ്തഫ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഈ മൂന്നാമത്തെ പെൺകുട്ടിക്കും കൂടെ ഈ രോഗം വന്ന ശേഷം മുസ്തഫ വളരെ പ്രയാസം അനുഭവിക്കുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞത് മുസ്തഫ ഒന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോഴാണ്. അപ്പോഴാണ് ഞങ്ങൾ തീർത്തി മുസ്തഫ ഇങ്ങനെ ഒരു സാമ്പത്തിക ആയിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മുസ്തഫ ആശ്വസിപ്പിക്കുകയും നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നാട്ടുകാർ മൊത്തമായി എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുകയും ചെയ്തപ്പോൾ അത് മുസ്തഫക്ക് വലിയൊരു ആശ്വാസമായി തോന്നിയെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ മുസ്തഫയുടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും ഞങ്ങൾ നാട്ടുകാർ ഒറ്റക്കെട്ടായി മുസ്തഫയെ സഹായിക്കാനുള്ള ഒരു സംവിധാനത്തേക്ക് വന്നു. പക്ഷെ ഭീമമായൊരു സംഖ്യ ആയതുകൊണ്ട് അത് ഞങ്ങൾക്ക് സ്വരൂപിച്ചെടുക്കാൻ ഒരുപാട് പ്രയാസമുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഈ 3 കുട്ടികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുമെന്ന് അവരെ ചികിത്സിച്ച ഡോക്ടർമാർ ഉറപ്പ് നൽകിയപ്പോൾ സാമ്പത്തിക പ്രയാസം അനുഭവിക്കപ്പെടുന്ന ഈ കുട്ടികളെ സഹായിക്കാൻ തങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഞങ്ങൾ മുന്നോട്ടുണ്ട്. ഏതാണ്ട് ഒരു 6 ഓപ്പറേഷൻ കറക്റ്റായിട്ട് ചെയ്യേണ്ടി വരും. നേരെ 30 ലക്ഷം റുപ്യ വേണ്ടി വരും. അത് നിങ്ങളിങ്ങനെ ഉരുണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ക്യാഷ് കിട്ടുക അത്രേ ഉള്ളൂ. നമ്മളെ പ്രയാസങ്ങൾക്ക് അവർ കീപ്പോട്ടേക്ക് വരുള്ളൂ. അവർ മറ്റെവിടെയും ഹോസ്പിറ്റലിൽ നോക്കുന്നതിനും വിരോധമില്ല എന്നുള്ളതാണ് അവിടുത്തെ കാര്യമുള്ള റിപ്പോർട്ട്. അവിടെ അതിനുള്ള സംവിധാനമില്ല. കേരളത്തിലാണെങ്കിൽ പല ദേവും കനിവും ഉണ്ട്. കേരളത്തിൽ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അതിനുള്ള സംവിധാനവും കനിവൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയും വലിയൊരു എത്രയാണോ പണമുള്ളത് അതിനനുസരിച്ചുള്ള നിലവാരം മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് പറഞ്ഞത് ഒരു 30 ലക്ഷത്തിൽ ഒരാൾക്കാണ് ഞങ്ങളിങ്ങനെ കാണുന്നത്. അതും 3 കുട്ടികളായിട്ട് ഞങ്ങൾ കാണുന്നത് അപൂർവമാണ്. ഇത് വല്ലാത്തൊരു പരീക്ഷണമാണ്. പക്ഷെ എനിക്ക് സന്തോഷമുള്ളൂ. 30 ലക്ഷത്തിൽ അത് തെരഞ്ഞെടുത്ത് തന്നെയാണ് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ബുദ്ധിമുട്ടിലൊന്നും പെടാതിരുന്ന എനിക്ക് എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാൻ ഞാൻ മാത്രം മതി. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഇങ്ങനെ കരയും. ആരോട് ചോദിച്ചാലും കരയും. ഞാൻ ആര് ചോദിച്ചാലും മിണ്ടലല്ല. വർത്താനം തന്നെ വളരെ ചുരുക്കലാണ്. കാരണം വെച്ചാൽ എൻ്റെ അവസ്ഥ ഞാൻ എന്തായതെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരവസ്ഥ. കാരണം കുട്ടികൾ ഇങ്ങനെ ആയി ഇനി അവരെ ഭാവി ഞാൻ ഒരാൾക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടോ കള്ളി എന്തെങ്കിലുമൊക്കെ വാങ്ങി എത്രയും പലിശയൊക്കെ വന്ന് ഇങ്ങനെയും വാങ്ങായിരുന്നു. പക്ഷെ 3 കൂടിയാണ് ഇത് എവിടെ എത്തുക. പിന്നെ തന്നെ പൊതുവെ നമ്മൾക്കൊരു ചെറിയൊരു കച്ചവടം ആദ്യം ചെയ്തതിനൊക്കെയുള്ള ശത്രുക്കളും മറ്റും കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ. അവര് നമ്മളിങ്ങനെ തരം താഴ്ന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ വലിയൊരു പ്രയാസത്തില്ല. എന്താവും എന്നുള്ള ഇനിയൊരു ജീവിതമുണ്ടോ ഭാവി ഉണ്ടോ എന്ന് നമ്മൾ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഈമാൻ തകരോ എന്നുള്ള ഞാൻ ഉസ്താദന്മാർക്ക് പറയും. എൻ്റെ ഈമാൻ തകരാതിരിക്കണം, പലിശയിൽ കുളിക്കാതിരിക്കണം, അത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് അവരോട് പറയല്ല. കാരണം മാനസികമായിട്ട് എന്താ സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ കുട്ടികളെ മുഖത്തേക്ക് അങ്ങാടിയിൽ നിന്നൊക്കെ നല്ലപോലെ ചിരിച്ച് കളിച്ചിങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ പിന്നെ കുട്ടികളെ കാണുമ്പോൾ പിന്നെ അവസ്ഥ വരിക. പിന്നെ അതിനെ ഒറ്റയ്ക്ക് റൂം പോയി കുത്തിറക്കും. ഭാര്യയോട് എൻ്റെ വിഷമം കാണിക്കും. ഭക്ഷണം തന്നെ കഴിക്കാം പ്രയാസം. എത്രയോ ആളുകൾ ഉറങ്ങാത്ത ദിവസമുണ്ട്. ഇപ്പൊ ഈ മാഷും ബീച്ച് മാഷും സൈഡ് ഏറ്റെടുത്തതിന് ശേഷമാണ് ശരിക്കും കണ്ണടച്ച് ഉറങ്ങാറ്. അതുവരെ ഉറങ്ങിയ ചരിത്രം ഉണ്ടായിട്ടില്ല. ഞാൻ മാത്രമല്ല സഹിക്കുക. രാത്രി ഉറക്കുന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ല. ഇവരെ ആ തണലിൽ ഇപ്പോ കുറച്ചു കാലം നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ. ഞാൻ അവരോട് തന്നെ നേരിട്ട് പറഞ്ഞു, എനിക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ പോലാണ് ഇപ്പൊ കാണുന്നത്. ഇതുവരെ എനിക്ക് എന്തോ ഒരു മനുഷ്യരടി അങ്ങനെ നടക്കുകയാണ്.
ഈ പൈതങ്ങളെ നമ്മൾ ദയവോടെ ഓർക്കണം. ഈ കുടുംബത്തെ പിന്തുണയ്ക്കണം.